നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ വടക്കാഞ്ചേരിയിൽ ആദ്യമായി ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു. ജനത ജ്വല്ലറി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ആനീസ് ഗോൾഡൻ ഡയമണ്ട്സ്. അപ്പൊ ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ബിൽഡിംഗ് ഓപ്പോസിറ്റ് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ്. മലേഷ്യമംഗലം HLP സ്കൂൾ ലൈബ്രറി വികസനത്തിനായി KSSPU പഴയന്നൂർ ബ്ലോക്ക് കമ്മിറ്റി വായനാ മൂലം ഉദ്ഘാടനം ചെയ്തു. സ്കൂളിന് 542 പുസ്തകങ്ങളും 16,100 രൂപയും കൈമാറി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പഴയന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലേഷ്യമംഗലം HLP സ്കൂൾ ലൈബ്രറി വികസനത്തിന്റെ ഭാഗമായി വായനാമൂലയ്ക്ക് തുടക്കമായി. സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം VK ഹാരി ഫാബി ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് K വിജയരാഘവ് പണിക്കർ അധ്യക്ഷനായിരുന്നു. തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ വിശിഷ്ടാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. കമ്മിറ്റി ആണെങ്കിൽ പോലും ഞാൻ ഈ സ്കൂളിൽ തിരഞ്ഞെടുത്ത് കഴിഞ്ഞ പിന്നെയാണ് ഈ സ്കൂളിലാണ് തരുന്ന അറിഞ്ഞത്. വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇനി വരുന്ന കാലഘട്ടത്തിലൊക്കെ ഏറ്റവും അത്യാവശ്യമാണ് ഈ വായന. അതിലൂടെ അറിവ് നേടുക. കുഞ്ഞുണ്ണി മാഷ് പറയാറുണ്ട്, വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയുന്നു. അത് ഏറ്റവും നമ്മുടെ ഈ ചെറിയ പ്രായത്തിൽ നമ്മളത് ആ കുട്ടികളിൽ വായന, അതുപോലെ പുസ്തകങ്ങളായിട്ട് കൂട്ട് അവർ ചങ്ങാതിമാർ എല്ലാം ആക്കുന്ന പ്രവൃത്തികൾ തുടങ്ങണം. ഇപ്പം നമുക്കറിയാം കുട്ടികൾ 6 പെൻഷനേഴ്സ് യൂണിറ്റുകൾ സമാഹരിച്ച 16,100 രൂപ സംഘടനയുടെ ബ്ലോക്ക് ട്രഷറർ P പരമേശ്വരൻ സ്കൂൾ പ്രധാനാധ്യാപിക ഉഷ മേനോന് കൈമാറി. കൂടാതെ 30,000 രൂപ വിലമതിക്കുന്ന 542 പുസ്തകങ്ങൾ PTA പ്രസിഡന്റ് അനിൽകുമാർ ഏറ്റുവാങ്ങി. യുറീക്ക വാർഷിക വരിസംഖ്യയും ചടങ്ങിൽ കൈമാറി. KSSPU ബ്ലോക്ക് സെക്രട്ടറി P ഗോവിന്ദൻകുട്ടി, ജില്ലാ കമ്മിറ്റി അംഗം ആന്റണി ജോസഫ്, സംസ്ഥാന കൌൺസിലർ K ഗോപിനാഥൻ മാസ്റ്റർ, ബ്ലോക്ക് സാംസ്കാരിക സമിതി കൺവീനർ S രാമൻ മാസ്റ്റർ, ബ്ലോക്ക് യൂണിറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടത്തുന്നതിനോടൊപ്പം തന്നെ ഇതുപോലെ തന്നെ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ളത് എന്തെന്ന് കണ്ടെത്തിക്കൊണ്ട് അതിലിടപെടുക എന്നതാണ് KSSPയുടെ ഒരു രീതി. അതാണ് നേരത്തെ പറഞ്ഞത്. പ്രളയം വന്നത് 18 കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷം 1 മാസത്തെ പെൻഷൻ കൊടുത്തവരും അതല്ലാതെ കൊടുത്തവരും ഒക്കെ തന്നെ അതിലേറെ ആളുകൾ. പിന്നീട് കോവിഡ് വന്നപ്പോൾ, 2ാമത്തെ പ്രളയം വന്നപ്പോൾ ഒക്കെ തന്നെ KSSP നിർദ്ദേശം കൊടുത്തു. CCV ന്യൂസ്, തിരുവല്ല.